വെൽക്കം ടു പുരീസ് മാജിക് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ ട്രഫിൾ പുഡിംഗ് ആണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കസ്റ്റർഡ് പൗഡർ, ഷുഗർ, മിക്സ്ഡ് ഫ്രൂട്ട് ജാം, ചെറി, മിൽക്ക്, ഫ്രഷ് ക്രീം, പിന്നെ ഒരു പൈനാപ്പിൾ. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടീ കേക്കാണ്. അത് നമുക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാം. ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. നെക്സ്റ്റ് നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുഡിങ്ങിൻ്റെ ലാസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും ഇതൊന്ന് കൂളായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാല് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ ഓഫ് കസ്റ്റർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് നമ്മൾ ഈ തണുത്ത പാല്, വല്ലാത്ത ചൂടുള്ള പാലല്ല, അല്ലാത്ത പാലിട്ടിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കുക. എന്നിട്ട് ഈ പാല് തിളച്ച് വരുന്നതിലേക്ക് ഈ മിക്സ്ചർ നമ്മൾ മെല്ലെ മെല്ലെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതൊരു കട്ട പിടിക്കും. സോ എന്താ പറയുക, മെല്ലെ മെല്ലെ സാവധാനം നമ്മളത് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു ലൂസ് കൺസിസ്റ്റൻസി, കുറച്ച് ലൂസി കൺസിസ്റ്റൻസി ആണ് വേണ്ടത്, അല്ലാതെ ഭയങ്കര ടൈറ്റ് ആവരുത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഷുഗറും കൂടിയിട്ട് അതിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് അത് കൂൾ ചെയ്യാൻ വെക്കുക. നെക്സ്റ്റ് നമുക്ക് പൈനാപ്പിൾ സിറപ്പിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ടുള്ള ഒരു സോസ് പാൻ വെക്കുക. അതിലേക്ക് ഒരു 1 കപ്പ് ഓഫ് വാട്ടർ ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3/4 കപ്പ് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നല്ല തിളച്ച് വരണം. ദെൻ നമുക്ക് അതിലേക്ക് നമ്മൾ സ്മോൾ പീസസ് ആയി കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കണം കേട്ടോ. എന്നിട്ട് അത് തിളച്ച് വരുന്ന ഒരു ഇതൊക്കെ എത്തുമ്പോൾ നമുക്കത് ഓഫാക്കാം. എന്നിട്ട് നമുക്കത് കൂൾ ചെയ്യാൻ വയ്ക്കാം. ഇതും നല്ല കൂളാവണം. ബിക്കോസ് നമ്മളിത് കേക്കിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ അതൊരു കൂൾ കൺസിസ്റ്റൻസിയിൽ വേണം അതിലേക്ക് ഒഴിക്കാൻ. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിലേക്കുള്ള ടീ കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കേക്കിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ കേക്ക് നീളനെ കനം കുറഞ്ഞ പീസസ് ആയിട്ടുള്ള നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നെക്സ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജാമിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു ലൂസ് കൺസിസ്റ്റൻസി ആണ് ഇവിടെ ആവശ്യം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ജാം വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ലെയറിങ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഏതെങ്കിലും ട്രേ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഒരു ബൗളിലോട്ട് മാറ്റാം. ഈ ബൗളിലോട്ട് മാറ്റുന്നതിന് മുന്നേ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ബൗളിലോട്ട് ഒഴിക്കാൻ. ഇനി നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ട്രേ ആണ്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ട്രേ ആണ്. അതിലേക്ക് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ലെയേഴ്സായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഈ സൈഡിലൊക്കെ ഉള്ള പോർഷൻ നമുക്ക് ഈ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. ഇവിടെ ഞാൻ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ട്രേ എടുത്തിരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏത് ടൈപ്പ് ഓഫ് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഈവൻ ദോ റെക്റ്റാങ്കിൾ വേണമെന്നില്ല, നിങ്ങൾക്ക് റൗണ്ടോ എന്തെങ്കിലും എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് മിക്സാക്കി വെച്ചിട്ടുള്ള ജാം ഈ കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യണം. നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്യണം. അല്ലെങ്കിൽ മധുരം കുറഞ്ഞു പോവും. അതായിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ മിക്സ് ഫ്രൂട്ട് ജാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോബെറി ജാംസൊക്കെ യൂസ് ആക്കാം. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ സിറപ്പ് ഒഴിക്കുമ്പോൾ സിറപ്പ് മാത്രമല്ല അതിൻ്റെ പീസസും അതിലേക്ക് ആഡ് ചെയ്യണം. എന്നാലാണ് നമ്മൾക്ക് പുഡിംഗ് കഴിക്കുമ്പം ഈ പൈനാപ്പിളിൻ്റെ പീസസ് കടിക്കാൻ കിട്ടുള്ളൂ. എന്നാലാണ് ഈ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് ഇതിലോട്ട് വരിക. സോ അത് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള
കസ്റ്റർഡ് നമ്മളത് കൂൾ ചെയ്യാൻ വെച്ചില്ലേ, ആ കസ്റ്റർഡ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് ഇട്ട് കൊടുക്കണം, ഈ പൈനാപ്പിളിൻ്റെ മുകളിലത്തെ ഭാഗത്തേക്ക്. അതും നല്ല രീതിക്ക് ഇട്ട് കൊടുക്കണം, എന്നാലാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ കേക്കിലോട്ട് അബ്സോർബ് ചെയ്തിട്ട് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചെറീസും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ട് ചെയ്തിട്ടുള്ള കേക്ക്, ആ പീസസും ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. അതും ആദ്യം നമ്മൾ ലെയർ ചെയ്ത പോലെ തന്നെ സൈഡത്തെ പോർഷൻസൊക്കെ നമുക്ക് ഇതിൽ ഫുള്ളാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുക. നല്ല കവറിങ് കിട്ടണം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ജാമിൻ്റെ സിറപ്പും അതിലേക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക, എന്നാലാണ് ആ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. പിന്നെ ആ ഫസ്റ്റ് ചെയ്ത പ്രോസസ്സ് തന്നെയാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും പൈനാപ്പിൾ സിറപ്പ് ഒഴിക്കുകയാണ്. പൈനാപ്പിൾ സിറപ്പിൽ പീസസും കൂടുതൽ ഇടണം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റർഡ് ഇവന്ത് നമ്മൾ സെയിം തന്നെ ഫസ്റ്റ് ലെയർ ചെയ്തില്ലേ, ആ സെയിം പ്രോസസ്സ് തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഫ്രഷ് ക്രീമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യണം. നമ്മൾ ഇതിൽ ക്വാണ്ടിറ്റി കുറച്ചെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള ചെറി കൊണ്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതന്നെ സെയിമായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3 to 4 hours വെച്ച് കൂളാക്കുക. ദെൻ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സോ ഇത് ഇത്ര എളുപ്പമുള്ള ഒരു ഈസി പൈനാപ്പിൾ ട്രഫൽ പുഡിംഗ് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.